ഗുഡ് മോർണിംഗ് മൈ ഡിയർ ടീച്ചർ സ്റ്റുഡൻസ്. അപ്പം നാളത്തെ ടീച്ചേഴ്സാണ് നിങ്ങളെല്ലാവരും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ഡേ വളരെ മനോഹരമായ ഡേ ആയിരുന്നു. എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം വാട്സപ്പ് തുറന്നപ്പോൾ വാട്സപ്പിന് ലോഡ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം മെസ്സേജസ് പേഴ്സണലായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഈ പുതിയ ബാച്ചസിൽ നിന്നും പഴയ ബാച്ചിൽ നിന്നും ഒക്കെ പലരുടെയും നല്ല നല്ല വാക്കുകൾ, ഗ്രീറ്റിംഗ് കാർഡ്സ്, അങ്ങനെ ഒരുപാട് നമുക്ക് സന്തോഷം തരുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. നമ്മൾക്ക് ആസ് ടീച്ചേഴ്സ് അല്ലേ, നിങ്ങൾ നാളത്തെ ടീച്ചേഴ്സാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ടീച്ചേഴ്സ് എന്ന് തന്നെയാണ് ഇന്ന് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ വാക്കുകൾ, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് വളരെ കൂടുതലുള്ള ആൾക്കാരാണ് ടീച്ചേഴ്സായാലും പൊതുവെ സ്ത്രീകൾ എന്നാലും ഒക്കെ നമുക്ക് പറയുന്നത്. അപ്പോൾ വാക്കുകൾക്ക് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ലൈഫിനെ നമുക്ക് നല്ല രീതിയിലാക്കാനും മോശ രീതിയിലോട്ട് കൊണ്ടുപോകാനും വാക്കുകൾക്കൊരു പ്രത്യേക പവറുണ്ട്. അപ്പോൾ ആ ഒരു പവർ ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ നന്മകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ടു ഓൾ മൈ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളിൽ ആ കാണുന്ന പാഷനും ഡെഡിക്കേഷനും എന്തൂസിയാസവും എല്ലാം എനിക്ക് എൻ്റെ ഒരു ടീച്ചിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ടീച്ചറാവാൻ ആഗ്രഹിച്ചത്, ആ ഒരു സമയത്ത് കാണുന്ന അതേ എന്തൂസിയാസവും ഡെഡിക്കേഷനൊക്കെ നിങ്ങളിലും ഇന്ന് ഞാൻ കണ്ടുവരുന്നുണ്ട് ഡ്യൂറിങ് ഐ എം ടേക്കിംഗ് ക്ലാസ്സസ് വിത്ത് യു അല്ലേ. അപ്പം ഈ ഓഡിയോ നോട്ട് പ്രത്യേകമായിട്ട് എൻ്റെ സ്റ്റുഡൻസിനുള്ളതാണ്. ടീച്ചേഴ്സ് ആവാൻ പോകുന്ന നിങ്ങൾക്ക് ഞാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് കൂടിയാണത്. ഇതിലല്ലാത്തവരുമുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. എന്നിരുന്നാലും അവർക്കും കേൾക്കാവുന്നതേ ഉള്ളൂ എന്താണ് ഒരു ടീച്ചറുടെ ജീവിതം എന്ന് പറയുമ്പം അല്ലേ. അപ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലറും കൂടിയാണ്. ഓട്ടോമാറ്റിക്കലി ഒരു അമ്മ ഒരു കൗൺസിലറാണ്, ഒരു ടീച്ചർ ഒരു കൗൺസിലറാണ്. അപ്പം ഇത് എല്ലാവർക്കും ഈ ഒരു കാര്യം, നമ്മൾ ഏതൊരു അമ്മയും ഒരു ടീച്ചർ തന്നെയാണ്. ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വരുന്നത് അമ്മ തന്നെയാണ് അല്ലേ. സോ നിങ്ങളാണ് എന്താണ്, യു ആർ ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആക്ച്വലി അല്ലേ. നിങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി. നിങ്ങൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് യു വിൽ മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ ലൈഫ്സ് ഓഫ് യുവർ സ്റ്റുഡൻസ്. നിങ്ങളുടെ ഓരോ നന്മകളും ഗുണങ്ങളും കാണുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് നിങ്ങൾ നാളെ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ലൈഫിൽ വളരെയധികം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ടീച്ചേഴ്സാണ് എന്നുള്ള, അത്രയും നല്ല എന്താണ് മൃദുലതയും സ്വഭാവവും ഒക്കെ ഉൾക്കൊള്ളുന്ന കുറേ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിനോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രധാനപ്പെട്ട ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടീച്ചിങ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇമ്പാർട്ടിങ് നോളേജ് എന്നുള്ളത്. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ എൻ്റെ എഡ്യൂക്കേഷൻ സൈക്കോളജി ക്ലാസ്സിലും പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ക്ലാസ്സിലൊക്കെ ഞാൻ പറയുന്നത് അതാണ്. ടീച്ചിങ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇമ്പാർട്ടിങ് നോളേജ്. വെറുതെ ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക, വെറുതെ കുറേ നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതല്ല. ബട്ട് ടീച്ചിങ് ഈസ് അബൌട്ട് ഇൻസ്പയറിങ്. ഓക്കെ, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, അവരെ നന്മയിലോട്ട് നമ്മളവരെ ഗൈഡ് ചെയ്യുക. ആൻഡ് നേർച്ചറിങ് യങ് മൈൻഡ്സ് എന്നാണ്, അതായത് നല്ല കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നല്ല മനസ്സുകളെ വാർത്തെടുക്കുക, അവരെ ഉടയ്ക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ച് അവർക്ക് A+ കൊടുക്കുക എന്നുള്ളതല്ല. A+ മാത്രം അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ കുട്ടികളെ അവരെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുകയും അവരെ വളർത്തുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് പഠിക്കാനുള്ള ത്വര വരികയും അവർ ഓട്ടോമാറ്റിക്കലി പഠിച്ചു വന്നോളും. ഓക്കെ, സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേണിങ്ങിനോട് അല്ലേ, ഒരു ലേണിംഗ് എന്ന പ്രോസസ്സിനോട് ഒരു സ്നേഹം കുട്ടികളിൽ ഉണ്ടാക്കുക. അതൊരു വലിയൊരു പ്രയാസമായിട്ട് അനുഭവിക്കരുത് ആർക്കും. അപ്പോൾ നമ്മൾക്ക് ഇപ്പം ആസ് എ സ്റ്റുഡൻറ്റ് ടീച്ചർ നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയല്ല കാണിക്കുന്നത്, നിങ്ങൾ വന്നു പോയ കാലഘട്ടത്തിനെയാണ് ഇത് കാണിക്കുന്നത്. കാരണം ഇന്നത്തെ അവസ്ഥ ഒരിക്കലും ഇന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥ എപ്പോഴും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലായാലും കോളേജിലായാലും നിങ്ങൾ എങ്ങനെയാണോ പഠനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുപോലെ ഇരിക്കും നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് എന്താണ്, ഞാൻ ഒരു കുട്ടിയുടെ ഭാവി നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. ആസ് എ ടീച്ചർ യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ എ സ്റ്റുഡൻസ്
ഫ്യൂച്ചർ ലൈഫ്, സക്സസ്ഫുൾ ഫ്യൂച്ചർ ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്ന് നിങ്ങൾക്കൊരു സബ്ജക്റ്റ് മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര പ്രയാസമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഇന്നത്തതിൻ്റെ പ്രശ്നമല്ല. പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കുള്ള പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ടാണ് നിങ്ങളുടെ ന്യൂ എക്സ്പീരിയൻസ് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, so try to build a creating atmosphere, creative atmosphere, a love for learning, fostering, I will say foster creativity, അതായത് കുട്ടികളുടെ നല്ല ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൾസോ ട്രൈ ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, അതായത് എന്ത് ശരി എന്ത് തെറ്റ് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ അവർക്ക് മൂല്യം നിറഞ്ഞൊരു ബോധം അവരിലോട്ട് എത്തിച്ചു കൊടുക്കുക. അപ്പം സോ ആസ് യു ബിഗിൻ യുവർ ഓൺ ടീച്ചിങ് ജേർണി, ഐ ഓഫർ യു ദീസ് വേർഡ്സ് ഓഫ് വിസ്ഡം. നമ്മളൊരു എന്താ പറയുക, ഒരു നന്മയുടെ കുറച്ച് വാക്കുകൾ, നിങ്ങൾ നിങ്ങളുടെ ടീച്ചിങ് ജേർണിയിലോട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങുകയാണ്. അപ്പം അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്കൊരു നല്ല കുറച്ച് വാക്കുകൾ എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി പേഷ്യൻ്റ്. നന്നായിട്ട് നിങ്ങൾക്ക് പേഷ്യൻസ് കാണിക്കേണ്ട, ക്ഷമ കാണിക്കേണ്ട ഒരു മേഖലയാണ് ടീച്ചിങ്. ഓക്കെ, ആൻഡ് ഓൾസോ ബി കൈൻഡ്. കാരുണ്യത്തോടെ മാത്രം നിങ്ങളെ കുട്ടികളുമായിട്ട് ഇടപഴകുക. ആൻഡ് ഓൾസോ വെരി കമ്പാഷനേറ്റ്. അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു എംപതറ്റിക് ആയിട്ട് കമ്പാഷനേറ്റ് ആയിട്ട്, ഓ ഒന്ന് പോടാ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓവർ ഫ്രണ്ട്ലി ആയിട്ട് അവരെ നെഗേറ്റ് ചെയ്യരുത് കുട്ടികളുടെ വിഷമങ്ങൾ സംസാരിക്കുമ്പം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു സേ ബി ക്രിയേറ്റീവ്. നിങ്ങളും തന്നെ ആസ് എ ടീച്ചർ നല്ല ക്രിയേറ്റീവ് ആവുക. അപ്പോഴാണ് കുട്ടികൾക്ക് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ വരിക. നിങ്ങളെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, ഇന്നോവേറ്റീവ് ആവുക, ആൻഡ് ഓപ്പൺ മൈൻഡഡ് ഓൾസോ. ഓക്കെ, ആൻഡ് ബി ആൻ ഓപ്പൺ മൈൻഡഡ് എന്ന് വിചാരിച്ച് എന്തും വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്നുള്ളതല്ല. നല്ല വിശാലമായ മനസ്സിൻ്റെ ഒരു ഉടമയും കൂടിയാണോ. അപ്പോഴാണ് കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സൊക്കെ പറയുമ്പോൾ, നീ എന്തുവാടാ ഇങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം അതിനെ മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ടീച്ചർക്കേ കഴിയുള്ളൂ. അതുപോലെ തന്നെ ബി സപ്പോർട്ടീവ്, എൻകറേജിങ് ആൻഡ് ഇൻക്ലൂസീവ്. നിങ്ങൾ കുട്ടികളുടെ ഒപ്പം ഇടപെട്ടുകൊണ്ട് വേണം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആസ് എ ടീച്ചർ, ബി എ ലൈഫ് ലോങ് ലേണേഴ്സ്. ഓക്കെ, ഈ ഒരു കോഴ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്നത് കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞു എൻ്റെ പഠനം. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഓർ ഷീ ഷുഡ് ബി എ സ്റ്റുഡിയസ് സോൾ എന്നാണ്. എപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ത്വര, പുതിയതായിട്ട് നിങ്ങളുടെ സ്കിൽസ് അപ്ഡേറ്റഡ് ആവാനുള്ള ഒരു 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 നോളജിനോടൊരു ദാഹം, വിജ്ഞാനത്തിനോടൊരു ദാഹം, ഒരു മോഹമൊക്കെ വേണം. ഓക്കെ, സോ ലൈഫ് ലോങ് ലേണേഴ്സായിട്ട് നിങ്ങളെ തന്നെ കാണുകയും ആൻഡ് ഓൾവേസ് സീക്കിംഗ് ടു ഇംപ്രൂവ് ആൻഡ് ഗ്രോ. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ടീച്ചറായി, ഞാനൊരു ബെസ്റ്റ് ടീച്ചറായി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലിരിക്കാണ്ട് നിങ്ങൾക്ക് ഇനിയും വളരാനുണ്ട്, ഇനിയും കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ഒരു പഠിതാവിൻ്റെ മനസ്സ് എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ് us continue to mentor, guide and support our students and also നമ്മൾ ഈ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നപ്പം നമ്മൾ എന്ത് ചെയ്യുക, അവർ ഏറ്റവും നല്ല മെൻറ്ററായിട്ടും ഗൈഡായിട്ടും സപ്പോർട്ടായിട്ടൊക്കെ നമ്മൾ വരിക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെർട്ടൈസ്, എക്സ്പീരിയൻസ്, പാഷന്, നമ്മളുടെ പഠിപ്പിക്കാനുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയും നമ്മൾ ഇന്ന് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മളോട് എങ്ങനെയായിരിക്കണം നമ്മുടെ സ്റ്റുഡൻസ് പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾക്ക് ഇന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ എന്താ പറയുക, സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ അല്ലേ. അപ്പം നമുക്കത് ഇന്ന് നമ്മൾ വിതക്കുന്നത് നാളെ നമ്മൾക്ക് കൊയ്യാൻ കഴിയും അല്ലേ. അപ്പം ആ ഒരു അർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സ് എന്നും കറകളഞ്ഞ സ്നേഹത്തിന് ഒരു വേദിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ദിനം ഞാൻ നേരുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ സെൻഡിങ് ഓൾ യുവർ വിഷസ്, ഗ്രീറ്റിംഗ് കാർഡ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ തിങ്സ് എന്നുള്ളത് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും പേഴ്സണലി എല്ലാവർക്കും മെസ്സേജസ് അയക്കാനും പറ്റാത്ത അത്രത്തോളം മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കളക്റ്റീവ് എഫേർട്സ്, നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം നാളത്തെ കുട്ടികളുടെ ലൈഫിൽ അതൊരു മാറ്റം കൊണ്ടുവരാനും അവരുടെ നല്ലൊരു ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാനും നമ്മൾക്ക് സാധിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് കേട്ടോ. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ സെൻഡിങ് മീ യുവർ ലവ്, വേർഡ്സ് ആൻഡ് അതർ വിർച്വൽ ഗിഫ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.